എടാ നിരൂപ, നയൻതാര മലയാളത്തിലേക്ക് തിരിച്ചു വരുന്നു, അത് നിവിൻ പോളിയുടെ പടത്തിൽ. അവർ വീണ്ടും ജോഡികളാവുന്നോ? ഇത്തവണ ജോഡിയല്ല, പിന്നെ നിവിൻ പോളി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ ഡിയർ സ്റ്റുഡൻസ്, അതിലാണ് നയൻതാര മലയാളത്തിലേക്ക് തിരിച്ചു വരുന്നത്. അതിൻ്റെ ഒരു അനൗൺസ്മെന്റ് വീഡിയോ സിനിമയുടെ ക്രൂ റിലീസ് ചെയ്തിരുന്നു. ജോർജ് ഫിലിപ്പ് റോയ്, സന്ദീപ് കുമാർ എന്നിവർ ചേർന്നാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നിവിൻ പോളിയുടെ പോൾ ജൂനിയർ പ്രൊഡക്ഷൻസും റോ മീഡിയ നെറ്റ്വർക്ക്സും ബോളിവുഡ് സിനിമകൾ വരെ ഒരുക്കിയിട്ടുള്ള അൾട്ര എന്നിവരെ കൂടാതെ നയൻതാരയുടെ തന്നെ ഹോം പ്രൊഡക്ഷനായ റൗഡി പിക്ചേഴ്സും ചേർന്നാണ് ഡിയർ സ്റ്റുഡൻസ് നിർമ്മിക്കുന്നത്. സ്കൂൾ സബ്ജക്റ്റ് അല്ലേ, മിക്കവാറും നയൻതാര ടീച്ചറായിട്ടായിരിക്കും. സ്റ്റുഡൻ്റ് ആയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല, അമ്മാതിരി ഫിറ്റ്നസ് അല്ലേ. ഫിറ്റ്നസിൻ്റെ കാര്യം നീ കൂടുതലൊന്നും പറയണ്ട, അതൊക്കെ ഞങ്ങളുടെ വിജയണ്ണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ദി ഗോട്ടിലെ പാട്ട് കേട്ടോ? കേട്ടു. മറ്റേ വിസിൽ പോടുന്നുള്ള പാട്ടല്ലേ, അതിന് കുറച്ച് നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ വരുന്നുണ്ടല്ലോ. എടാ, ഇപ്പം ഇറങ്ങുന്ന മിക്ക പാട്ടുകളും സിനിമയിൽ കാണുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെടുന്നത്. പിന്നെ വിജയുടെ ഡാൻസും കൂടെ ആകുമ്പോൾ പറയണോ? അതും ശരിയാ. ഇപ്പോൾ ഇറങ്ങിയ പാട്ടിൻ്റെ ഒടുക്കേ വിജയും പ്രഭുദേവയും പ്രശാന്തും കൂടെ ഒരു ഡാൻസ് ഉണ്ട്. ഒട്ടുമിക്ക വിജയ് ഫാൻസിൻ്റെയൊക്കെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇപ്പോൾ അതാ. എന്തായാലും സെപ്റ്റംബർ 5 പടം തിയേറ്ററിലെത്തും. അത് പറഞ്ഞപ്പോഴോർത്ത്, ഈ വർഷം പാതിക്ക് താരരാജാക്കന്മാരുടെ സിനിമകളാണ് റിലീസിനൊരുങ്ങുന്നത്. ഏതൊക്കെയാ? മമ്മൂട്ടി വൈശാഖ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ടർബോ, കമൽഹാസൻ ചിത്രം ഇന്ത്യൻ 2 ജൂൺ മാസം റിലീസിനെത്തും. പിന്നെ രജനികാന്ത് ചിത്രം വേട്ടയൻ ഒക്ടോബറിലും റിലീസിനെത്തും. എല്ലാം തിയേറ്ററിൽ പോയി തന്നെ കാണണം. അതിന് ഞാൻ തന്നെ ടിക്കറ്റ് എടുക്കണ്ടേ? നിന്റെ ടിക്കറ്റും കൂടെ ഞാൻ എടുത്തോളാം. എന്നാ പിന്നെ ആവേശത്തിൻ്റെ ടിക്കറ്റിൻ്റെ പൈസ താ. അത് പിന്നെ നമ്മുടെ ഡയറക്ടർ ശങ്കറില്ലേ, ശങ്കറിൻ്റെ മോളുടെ കല്യാണം വരുന്നേ കഴിഞ്ഞ ദിവസം. ആരൊക്കെ വന്നെന്നറിയോ? എടാ, ഇന്ത്യൻ സിനിമ മൊത്തം ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. രജനീകാന്ത്, കമൽഹാസൻ, നമ്മുടെ ലാലേട്ടൻ, ചിരഞ്ജീവി, സൂര്യ, കാർത്തി, വിക്രം തുടങ്ങി അങ്ങ് ബോളിവുഡിൽ നിന്ന് രൺവീർ സിംഗ് ഉൾപ്പെടെയുള്ളവർ വരെ ഉണ്ടായിരുന്നു. എൻ്റെ കല്യാണത്തിന് ലാലേട്ടനൊക്കെ വിളിക്കണം. അതിന് നിനക്കാര് പെണ്ണ് തരാൻ? Emotional damage.